കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ നാളുകൾ കുറിക്കുന്ന പ്രധാന ചടങ്ങായ പ്രാക്കൂഴം തിങ്കളാഴ്ച ഇക്കരെ കൊട്ടിയൂരിൽ നടക്കും. മറ്റൊരു വൈശാഖ മഹോത്സവത്തിനായുള്ള ഒരുക്കത്തിലാണ് കൊട്ടിയൂർ. വൈശാഖോത്സവത്തിലെ ചിട്ടകളും അളവുകളും ചടങ്ങുകളും കർമ്മങ്ങളും നിശ്ചയിക്കുന്ന പ്രാക്കൂഴം ചടങ്ങാണ് തിങ്കളാഴ്ച ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നടക്കുക. അവിൽ നെയ്യ് എഴുന്നള്ളത്തുകൾ കൊട്ടിയൂരിൽ എത്തുന്നതോടെയാണ് പ്രാക്കൂഴം ദിന ചടങ്ങുകൾ ആരംഭിക്കുക. കാക്കയങ്ങാട് പാലയിലെ പുല്ലാഞ്ഞോട് നരഹരിപ്പറമ്പ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നാണ് അവിലെഴുന്നള്ളത്ത് നടത്തുക. പാലൂർ പടി ക്ഷേത്രത്തിൽ നിന്നും നെയ്യും കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കും. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രനടയിൽ ആയില്യാർകാവിന്റെ പ്രവേശന കവാടത്തിന് മുന്നിലായി ഒറ്റപ്പിലാൻ, കാടൻ, പുറങ്കലയൻ, കൊല്ലൻ, ആശാരി എന്നീ സ്ഥാനികർ ചേർന്ന് തണ്ണീർക്കുടി ചടങ്ങ് ആരംഭിക്കും. തുടർന്ന് മന്തംചേരിയിൽ അക്കരെ കൊട്ടിയൂർ ക്ഷേത്ര കവാടത്തിന് മുന്നിൽ ബാവലിപ്പുഴക്കരയിൽ തണ്ണീർക്കുടി ചടങ്ങ് പൂർത്തീകരിക്കും. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള കുത്തോടിലാണ് അവിലളവ് നടത്തുക. ശ്രീകോവിലിന് മുന്നിൽ ആചാരപ്രകാരമുള്ള നെല്ലളവും നടത്തും. പ്രാക്കൂഴം ദിവസത്തെ പ്രധാന ചടങ്ങുകളാണ് ഇവയൊക്കെ. ഒരു വർഷത്തേക്ക് ആവശ്യമായ അരി, നെല്ല്, അവില് എന്നിവ അളന്ന് തിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് പ്രത്യേക പൂജകളെല്ലാം ഉണ്ട്. അത് അന്നാണ് കാവ് കിടക്കുക. രാത്രി കാവിൽ കിടക്കും. ഉച്ചയ്ക്ക് മുമ്പ് ആണ് ഈ അരിയളവ് സംബന്ധിച്ചുള്ള പൂജകളൊക്കെ നടക്കുന്നത്. പ്രക്കോഴം കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞാണ് നീരെഴുന്നള്ളത്ത്. 20 ദിവസം കൊണ്ട് പ്രക്കോഴം കഴിഞ്ഞിട്ട് നീരെഴുന്നള്ളത്ത് കഴിഞ്ഞ് 5-ാമത്തെ ദിവസമാണ് നെയ്യാട്ടം. പ്രാക്കൂഴ ചടങ്ങോടെയാണ് പാരമ്പര്യ വ്രതനിഷ്ഠകൾക്ക് തുടക്കമാവുക. മറ്റൊരു വൈശാഖ മഹോത്സവത്തിനുള്ള മുന്നൊരുക്കത്തിലാണ് കൊട്ടിയൂർ മേഖല. ന്യൂസ് ബ്യൂറോ, പെരാവൂർ.